അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് അനിത. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തിയത്. ഞാൻ ഒരിക്കലും ഇവിടെ വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ഒത്തിരി ദൂരെ ഉള്ള സ്ഥലമാണല്ലോ, നമ്മളങ്ങനെ പരിചയമില്ല വരാനും. എൻ്റെ മക്കൾക്ക് നീറ്റ് പരീക്ഷ എഴുതുവാൻ വേണ്ടി കോച്ചിങ്ങിന് വിട്ടായിരുന്നു പാലായിൽ. അന്നേരം എൻ്റെ മക്കൾ ട്വിൻസാണ്. അതിലൊരാൾക്ക് പെട്ടെന്ന് തളർച്ചയും വിറയലുമൊക്കെ അനുഭവപ്പെട്ടു. പഠിക്കാനൊക്കെ ടെൻഷൻ കൊണ്ടായിരിക്കാം, അറിയില്ല. അവിടെയുള്ളവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നപ്പം ഒരു കുഴപ്പമില്ല, ട്രിപ്പൊക്കെ ഇട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 8 മണി കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ വന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു. ആകെ ടെൻഷനായി. അത് അവർ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാം പൊക്കവും അങ്ങനെ ഉണ്ടായി. അപ്പം ആകെ വിഷമിച്ചു. കാരണം ഇവർ 2 മക്കളെ പഠിക്കാൻ വിട്ടിട്ട് നമുക്കുള്ള പൈസയെല്ലാം ഇട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ വിട്ടത്. അവരുടെ പ്രകാരമാണ് നമ്മൾ വിട്ടേക്കുന്നത്. അപ്പം നമുക്ക് പൈസയൊന്നുമില്ല, എങ്കിലും അതനുസരിച്ച് വിട്ടു. പിന്നീട് ഞാനിങ്ങനെ ഫോണിലിങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് കാണും. അപ്പം ഒരിക്കലും ഞാൻ ഇവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് പോകാം, എന്നെ ഒന്ന് വിടാവോ എൻ്റെ പിള്ളേരുടെ ഈ കാര്യത്തിന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പൊക്കോ, ഞാൻ വണ്ടി വിട്ടു തരാം, പൊക്കോളാൻ പറഞ്ഞു. ഹസ്ബൻഡ് വരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. നമ്മളൊരു ഹിന്ദുവാണ്. പക്ഷേ ഹസ്ബൻഡിന് വിശ്വാസക്കുറവൊന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. ആരോടും പറഞ്ഞൊന്നുമില്ല. കാരണം ഇവരെ പഠിക്കാൻ വിട്ടതും ഉണ്ടെങ്കിലും അവർക്ക് ആഗ്രഹപ്രകാരം വിട്ടതാണല്ലോ. അപ്പം മറ്റുള്ളവരെന്ത് വിചാരിക്കും എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നു, ഫസ്റ്റ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ മക്കളെയും കൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നത്. അപ്പോൾ അവിടുന്ന് വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ കൊടുത്തു. ഉപ്പും തൈലമെല്ലാം പൂശി. പക്ഷേ 8:30 ആകുമ്പോഴത്തേനും പേടിയാണ്. കാരണം എന്താണ് സംഭവിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല, കൊച്ചിനെന്തോ ഒരു അസ്വസ്ഥത. പക്ഷേ അത് പിന്നെ ഇന്ന് വരെയായിട്ട് ഒരു പ്രോബ്ലവും അവർക്കുണ്ടായില്ല, ഒരു കുഴപ്പമില്ല. കാരണം അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് വരെയുണ്ടോ ഞാൻ ആ പ്രത്യക്ഷകൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലുമെന്ന് ഞാൻ മാതാവിന് ഞാൻ ഇവിടെ ആണയിട്ടാണ് പറഞ്ഞിട്ട് പോയത്. അത് ഇന്നും ഞാനങ്ങനെ തുടരുകയാണ്. പിന്നെ അവർ മാർക്ക് വന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കുണ്ട്. എങ്കിലും അവർ ഉദ്ദേശിച്ച ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുണ്ട് അമ്മേ, ഞങ്ങളെ ഒന്ന് വിടാവോ എന്ന് ചോദിച്ചു. അപ്പം കാശ് ഒത്തിരി ഉണ്ടായി, കോച്ചിങ്ങിനൊക്കെ നല്ല കാശാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ പല രീതിയിൽ നിന്ന് നമുക്ക് കാശ് കിട്ടുകയും നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പം പിള്ളേരോട് പറഞ്ഞു, എന്നാൽ ഇനി നിങ്ങൾ പൊക്കോ. അപ്പോൾ അവർ പറഞ്ഞു, ഓൺലൈനിൽ പോയി പഠിച്ചോളാം, ഞങ്ങൾക്കിപ്പോൾ അവിടെ എല്ലാം ഏകദേശം മനസ്സിലായല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചു. ഇതിനിടെ ഈ പുതുക്കാൻ വന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പിള്ളേരും വന്നു പ്രാർത്ഥിച്ചു, എല്ലാവരും വന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ അയൽവക്കത്തും അങ്ങനെ ഒത്തിരി ആൾക്കാരോട് ഞാൻ പറയുകയുണ്ടായി. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മക്കളോട് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഈ വർഷം പരീക്ഷ എഴുതിയതിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഭയങ്കര പാടായ പരീക്ഷയായിരുന്നു. പക്ഷേ എങ്കിലും പിള്ളേരോട് ഞാൻ പറഞ്ഞു, മാതാവ് നമ്മളെ രക്ഷപ്പെടുത്തും, മാതാവിനെ മുറുക്ക് പിടിച്ചോളാൻ പറഞ്ഞു. അവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈ യൂട്യൂബിൽ അച്ഛൻ്റെ അനുഗ്രഹീത പ്രാർത്ഥനയുണ്ട്, അവരത് ചൊല്ലുമായിരുന്നു. അങ്ങനെ അത് ഇന്നും തുടർന്നു പോകുന്നു. ഫലം വന്നപ്പോൾ കുഴപ്പമില്ല, എങ്കിലും അവർക്കും ആകെ വിഷമമായി. കാരണം ഇത്രയും ലക്ഷം രൂപയും മുടക്കി 2 വർഷം അത് കളഞ്ഞിട്ടാണ് അവർ. കാരണം ഫുൾ A+ മേടിച്ച് ഇന്ന് വരെ വന്ന പിള്ളേർ ഇത്ര ഇത് വന്ന് കിട്ടിയില്ല എന്നുള്ളൊരു ഇത്. അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചോദിക്കുക, ഇത് എന്താ കിട്ടിയോ എന്ന്. അങ്ങനെയുള്ള ഒരിതും എല്ലാം കൂടെ ആയപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. പക്ഷേ എന്തായാലും റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കും വന്നു. നീറ്റ് പരീക്ഷയ്ക്ക് അവർക്ക് അലോട്ട്മെൻറ്റ് വെച്ചപ്പോൾ ട്രയലിൽ തന്നെ അവർക്ക് കിട്ടി. അത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മക്കൾ ഇവർ പിരിഞ്ഞങ്ങനെ ഇരിക്കാറില്ല, കാണാതെയൊന്നും ഇരിക്കാറില്ലാത്ത പിള്ളേരാണ്. എങ്കിലും മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ഒരേ രീതി ഒരുമിച്ചൊന്ന് ഒരു കോളേജിൽ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആദ്യത്തെ ട്രയലിൽ വന്നപ്പം അവർക്ക് 2 സ്ഥലത്ത് വന്നു. എന്നാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. മാതാവിന് ഇഷ്ടം അങ്ങനെ ആയിരിക്കാം, അവരിച്ചിരി പിരിഞ്ഞൊക്കെ ഒന്ന് ജീവിക്കാനായിരിക്കും മാതാവിൻ്റെ ആഗ്രഹമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അലോട്ട്മെൻറ്റ് അത് റദ്ദാക്കപ്പെട്ടു.
അപ്പോഴത്തേനും ഒരു കൊച്ചു പറഞ്ഞു, അമ്മ എന്നാൽ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുമോ മനസ്സിൽ, ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മാതാവ് അങ്ങനെ തോന്നിക്കുന്നതായിരിക്കും, നിങ്ങളെന്നാൽ പോയി ഒന്ന് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവർക്ക് കോഴിക്കോട് കിട്ടി. ഒരാൾക്ക് MBBS കിട്ടി, ഒരാൾക്ക് BDS കിട്ടി. 22-ാം തീയതി അവർ ക്ലാസ് ആരംഭിക്കും. അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്കും തിരുക്കുമാരും എനിക്ക് നന്ദി. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി പറയാൻ ഒത്തിരി സമയമില്ല, അതുകൊണ്ടാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്നെ പറ്റുന്നതിൽ ചികിത്സാ സഹായത്തിനാണേലും ആൾക്കാർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇവിടെ എന്നെ കൊണ്ടുവരും, എൻ്റെ മക്കളെ എല്ലാം കൊണ്ടുവരും. അതുപോലെ ഫുഡാണേലും പിന്നെ പത്രം കൊടുക്കും. ഞാൻ ഇടയ്ക്ക് പുതുക്കാൻ വന്നാലും അല്ലാതെ വന്നാലും ഞാൻ പത്രമൊക്കെ കൊണ്ടു കൊടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ആൾക്കാർക്കും എവിടെ ഒരു ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടും ഞാൻ എൻ്റെ മാതാവിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയാണെങ്കിൽ എൻ്റെ മക്കൾ പഠിച്ച് നല്ലൊരു രീതിയിലൊരു വിജയം കൈവരിക്കാൻ നിങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടെ എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. 1000 നന്ദി.